ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി 50 ഇൻഡെക്സും അതുപോലെ തന്നെ നിഫ്റ്റി IT ഇൻഡെക്സും ഫാർമ ഇൻഡെക്സും ഇതൊക്കെ ഒരേപോലെയാണ് അതിൻ്റെ ചാർട്ടിൽ നമുക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് കാണാൻ കഴിയുന്നത്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ IT ഇൻഡെക്സും ഫാർമ ഇൻഡെക്സും മാത്രമാണ് ഇന്ന് ഫ്ലാറ്റ് ടു പോസിറ്റീവ് ക്ലോസിംഗ് കാണിച്ചത്. അപ്പോൾ രാവിലെ മാർക്കറ്റ് ഏകദേശം 200 പോയിന്റോളം ഇടിഞ്ഞിട്ട് 23,800 എന്നുള്ള ആ സുപ്രധാനമായിട്ടുള്ള സപ്പോർട്ട് ലെവലിൽ എത്തിയിരുന്നു. എന്നാൽ പിന്നീട് ആഫ്റ്റർനൂൺ സെഷനിൽ നമ്മൾ കാണുന്നത് നിഫ്റ്റി ഒരു തിരിച്ചുവരവ് നടന്നതായിട്ടാണ്. പിന്നെ വീണ്ടും 24,000 മുകളിലേക്ക് തിരിച്ചു വന്നതായിട്ടാണ്. ഇപ്പോൾ ഒടുവിൽ 24,000 തൊട്ട് താഴെയായിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇറാനും US തമ്മിലുള്ള ആ ഒരു സംഘർഷം വളരെ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള മുജ്തബ ഖമേനി ഇന്ന് കൊടുത്തിട്ടുള്ള ഒരു സന്ദേശത്തിൽ പറയുന്നത് തങ്ങളുടെ ന്യൂക്ലിയർ മേഖലയിലും മിസൈൽ മേഖലയിലുമുള്ള ആ ഒരു കരുത്ത് നമ്മൾ സംരക്ഷിക്കുമെന്നും അമേരിക്കൻ ഭീഷണികൾക്ക് വഴങ്ങില്ലെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ആ ഒരു സംഘർഷം കൂടുതൽ മുറുകാനുള്ള സാധ്യതയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നുള്ള നിലയിൽ തന്നെ ഇന്ന് നമ്മൾ കാണും ക്രൂഡ് ഓയിൽ ബാരലിന് $126 വരെ ഉയർന്നിരുന്നു. അപ്പോൾ ഇത് മാർക്കറ്റിനെ വല്ലാതെ ആശങ്കപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഒരു ക്രാഷാണ് തുടക്കത്തിലുണ്ടായത്. ഇതുകൂടാതെ അത് രൂപയുടെ മൂല്യം റെക്കോർഡ് ലെവലിലേക്ക് കൊണ്ടുപോയി. നമുക്കറിയാം, $1 ഇന്ന് രൂപി 95.33 എന്നുള്ള എക്കാലത്തെയും വലിയ ഉയരത്തിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ്റും വലിയ തോതിൽ ആശങ്ക ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ ഉടൻ തന്നെ അവിടെ തീർച്ചയായിട്ടും RBI ഇടപെട്ട് കാണണം. അതുകൊണ്ട് തന്നെ പിന്നീട് വലിയ തോതിൽ RBI ഒരുപക്ഷെ ഡോളർ മാർക്കറ്റിലേക്ക് ഇറക്കിക്കൊണ്ട് രൂപയുടെ മൂല്യം സംരക്ഷിച്ചതായിട്ട് കാണാം. ഇപ്പോൾ 94 എന്ന ലെവലിലേക്ക് രൂപ താഴത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഏകദേശം 1.5 മുതൽ $2 ബില്യൺ വരെ RBI മാർക്കറ്റിൽ ഇറക്കി എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പക്കലുള്ള വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള ഫോറക്സ് റിസർവ് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനാണ് പൊതുവെ സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം ഈ രീതിയിൽ കുറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് IT ഇൻഡെക്സിലും ഫാർമ ഇൻഡെക്സിലും നമ്മളിന്ന് കണ്ടത്. കാരണം ഇന്ത്യൻ റുപ്പി ഈ രീതിയിൽ ഡോളറിനെതിരെ താഴുമ്പോൾ ഡോളർ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പോർട്ട് ചെയ്യുന്ന ഈ രണ്ട് സെക്ടറുകളിലും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് ഇന്ന് നമ്മൾ കാണാൻ കഴിഞ്ഞു. മറ്റെല്ലാ സെക്ടറുകളും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നാളെ മഹാരാഷ്ട്ര ഡേ പ്രമാണിച്ചിട്ട് മാർക്കറ്റ് അവധിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ലോങ് വീക്കെൻഡാണ് നമ്മൾ മുമ്പിലുള്ളത്. 3 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലോസിങ്. അപ്പോൾ ആ സമയങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ഗ്ലോബലായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. അപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ടും ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു റിസ്ക് എടുക്കാൻ ട്രേഡേഴ്സ് ആയാലും ഇൻവെസ്റ്റേഴ്സ് ആയാലും തയ്യാറാവുകയില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സെൽ ഓഫ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞു. എന്നാൽ 23,800 എന്നുള്ള ഒരു നിർണായക ലെവലിലൊക്കെ നിഫ്റ്റി എത്തുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു വാല്യൂ ബൈങ് നടക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഒരു 24,000 നമ്മുടെ മാർക്കറ്റ് തിരിച്ചു വന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ ഇന്ത്യ വിക്സും കഴിഞ്ഞ ദിവസങ്ങളിൽ 17 എന്ന വാല്യൂ രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സ് ഇന്ന് വീണ്ടും 18 പോയതായിട്ട് കാണാം. എങ്കിലും അവിടെ ഒരു കംഫർട്ടബിൾ ലെവലിൽ തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ വിക്സ് ഉള്ളത്. പ്രത്യേകിച്ച് 23,800 23,900 എന്നുള്ള ആ ഒരു സപ്പോർട്ട് ലെവലിന് മുകളിൽ 24,000 ഈ നിഫ്റ്റി നിൽക്കുന്നത് കൊണ്ട് തന്നെ അതൊരു സേഫ് സോണായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ആ 23,800 ലെവലിൽ ശക്തമായ ബൈങ് നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ വലിയൊരു ക്രാഷ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരുമായിരുന്നു. ഇതുകൂടാതെ US മാർക്കറ്റിൽ നിന്നുള്ള FOMC മീറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻസ് അതും മാർക്കറ്റിൽ നെഗറ്റീവായി വന്നിരുന്നു. അതുകൊണ്ടാണ് തുടക്കത്തിൽ IT ഇൻഡെക്സ് ഒക്കെ താഴോട്ടേക്ക് പോവുകയും പിന്നീട് റൂപ്പി ഡിവാലുവേഷൻ കാരണം മുകളിലിട്ട് വരികയും ചെയ്തത്. അപ്പോൾ FOMC മീറ്റിംഗിൽ US ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റമില്ലാതെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇൻഫ്ലേഷനെ കുറിച്ചുള്ള വലിയ ആശങ്കയാണ് മാർക്കറ്റിൽ ഉള്ളത് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 3 FOMC കണ്ടിന്യൂസ് മീറ്റിങ്ങിലും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ എടുക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഇത് തീർച്ചയായിട്ടും IT സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായി ബാധിക്കും. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അത് താഴോട്ടേക്ക് പോയത്. പക്ഷെ പിന്നീട് റൂപ്പിയിലുണ്ടായിട്ടുള്ള തകർച്ചയാണ് IT സ്റ്റോക്കുകളെയും ഫാർമ സ്റ്റോക്കുകളെയും മുന്നോട്ട് കൊണ്ടുപോയത്. ഇന്ന് മാർക്കറ്റിൽ മറ്റൊരു പ്രത്യേകത വേദാന്തയുടെ ഡിമേർജറാണ്. അപ്പോൾ ഇന്ന് വേദാന്തയുടെ വില നമ്മൾ കാണുന്നത് 275 എന്ന ലെവലിലായിരുന്നു. അപ്പോൾ ഇന്നലെ വേദാന്തയുടെ ക്ലോസിംഗ് പ്രൈസ് ഏകദേശം 773 എന്ന ലെവലിലായിരുന്നു. അവിടെ 64% ഒരു ഫോള് തീർച്ചയായിട്ടും ഈ വേദാന്തയുടെ ഡിമേർജറിനെ കുറിച്ച് ധാരണയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു പാനിക് സിറ്റുവേഷനാണ്. പക്ഷെ അതിൻ്റെ ഡിമേർജറിൻ്റെ ആ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ളൊരു പാനിക് മാത്രമാണത്. അപ്പോൾ ഇന്ന് രാവിലെ നടന്ന സ്പെഷ്യൽ ട്രേഡിംഗ് സെഷനിലൂടെ, അതായത് സ്പെഷ്യൽ പ്രീ ഓപ്പൺ സെഷനിലൂടെ മാർക്കറ്റ് ഓൾറെഡി ഡിമേർജറിൻ്റെ വില നിശ്ചയിച്ചു കഴിഞ്ഞു. അതായത് വേദാന്തയുടെ പ്രധാന ബിസിനസ്സുകളായ അലൂമിനിയം, ഓയിൽ ആൻഡ് ഗ്യാസ്, പവർ, സ്റ്റീൽ എന്നിവ വേർപിരിഞ്ഞ് ബാക്കി വരുന്ന വേദാന്ത എന്താണോ അതിൻ്റെ വിലയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അത് 270 280 എന്ന റേഞ്ചിലാണ്. ഇതാണ് പുതിയ വേദാന്തയുടെ വില. ഈ വേദാന്തയിൽ ആകെ ഉള്ളത് ഹിന്ദുസ്ഥാൻ സിങ്കും കോപ്പർ ബിസിനസ് മാത്രമാണ്.
മറ്റ് അലൂമിനിയം, ഓയിൽ, ഗ്യാസ്, പവർ, സ്റ്റീലൊക്കെ വേറെ വേറെ കമ്പനികളായിട്ട് മാറും. അപ്പോൾ വിഭജിക്കപ്പെട്ട മറ്റ് 4 കമ്പനികളുടെ ആകെ മൂല്യം കണക്കാക്കുന്നത് ഇന്നലത്തെ ക്ലോസിംഗ് വിലയും ഇന്നത്തെ ഓപ്പണിംഗ് വിലയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നോക്കിയിട്ടാണ്. അപ്പോൾ ഇവിടെ ആ ഒരു വ്യത്യാസം നമ്മൾ കാണുന്നത് 482 എന്ന ഒരു പ്രൈസാണ്. ഈ 482 ഈ 4 കമ്പനികളിലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 4 കമ്പനികളുടെയും ലിസ്റ്റിംഗ് വില അതിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് മാറും. ഏതായാലും മൊത്തത്തിലുള്ള അതിൻ്റെ ഒരു വാല്യൂ 450, 490 എന്ന റേഞ്ചിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ പുതിയ കമ്പനികൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഡിമേർജറിന് ശേഷം വരാൻ ഇനിയും സമയമെടുക്കും. പ്രതീക്ഷിക്കുന്നത് ജൂൺ മാസത്തിൻ്റെ ഫസ്റ്റ് വീക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ വേദാന്ത സ്റ്റോക്ക് കൈവശമുള്ളവർ പോർട്ട്ഫോളിയോയിൽ വലിയൊരു നഷ്ടം കാണിക്കുന്നുണ്ടെങ്കിലും അത് പരിഭ്രമിക്കേണ്ടതില്ല. പുതിയ ഓഹരികൾ ക്രെഡിറ്റ് ആകുമ്പോൾ അത് പരിഹരിക്കപ്പെടും. ഇനി ഇന്ന് മാർക്കറ്റിൽ അപ്പർ സർക്യൂട്ടിലേക്ക് പോയ മറ്റൊരു സ്റ്റോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സെം ഇന്ത്യ പ്രൊജക്ട്സ് ലിമിറ്റഡ് 20% അപ്പർ സർക്യൂട്ടിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ കമ്പനി പുറത്തുവിട്ട Q4 റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ട് വന്ന അവരുടെ റവന്യൂവിലുണ്ടായ വമ്പിച്ച വർധനമാണ് നിക്ഷേപകരെ ഈ സ്റ്റോക്കിൽ ഈ രീതിയിലുള്ള ഒരു വോളിയം സ്പൈക്ക് ഉണ്ടാകാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ ഇയർ ഓൺ ഇയറിൽ ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് 113% വർദ്ധിച്ചുകൊണ്ട് 242 കോടിയിലെത്തിയിരിക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ മൊത്തത്തിലുള്ള ഇവരുടെ ലാഭം 597 കോടിയായിട്ടാണ് ഉയർന്നിട്ടുള്ളത്. അതിന് മുമ്പത്തെ വർഷം ഇത് 372 കോടി മാത്രമായിരുന്നു. കൂടാതെ ഓപ്പറേറ്റിംഗ് മാർജിനും 12% വെച്ച് ഉയർന്നിട്ടുണ്ട്. കൂടാതെ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഓർഡർ ബുക്ക് സർവ്വകാല റെക്കോർഡിലെത്തിയിരിക്കുകയാണ്. 24,545 കോടിയാണ് ഇവരുടെ ഓർഡർ ബുക്ക് നിലവിലുള്ളത്. ഈ ഒരു സാമ്പത്തിക വർഷം മാത്രം 14,800 കോടിയുടെ പുതിയ ഓർഡർ ബുക്ക് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വരും വർഷങ്ങളിൽ ഈ കമ്പനിയുടെ വരുമാനം സുരക്ഷിതമാണ് എന്നതിൻ്റെ ഒരു തെളിവായിട്ട് ഇതിനെ നമുക്ക് കാണാം. അപ്പോൾ അദാനി ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമായതോടുകൂടിയാണ് സെം ഇന്ത്യയിൽ ഈ രീതിയിലുള്ള അഭൂതപൂർവമായ ഒരു വളർച്ച നമ്മൾ കാണുന്നത്. അപ്പോൾ അദാനി ഗ്രൂപ്പിൻ്റെ പോർട്ടുകൾ, എയർപോർട്ടുകൾ, എനർജി പ്രോജക്റ്റുകൾ എന്നിവയിലുള്ള സിവിൽ ജോലികൾ അധികം ചെയ്യുന്നത് സെം ഇന്ത്യയാണ്. അപ്പോൾ ഇന്ന് ഈ സ്റ്റോക്കിൽ ഏകദേശം 5 ഇരട്ടിയോളം ഒരു വോളിയം സ്പൈക്കാണ് കാണുന്നത്. അപ്പോൾ ഈ ലാഭത്തിലുണ്ടായിട്ടുള്ള ആ വൻ കുതിപ്പും അതേപോലെ അദാനി ഗ്രൂപ്പിൻ്റെ പിൻബലവുമാണ് ഈ സ്റ്റോക്കിൽ ഈ 20% അപ്പർ സർക്യൂട്ടിൽ നിന്ന് എത്തിച്ചത്. പക്ഷേ എങ്കിൽ പോലും ഒരു സ്റ്റോക്ക് ഒറ്റയടിക്ക് 20% ഉയരുമ്പോൾ അതിനെ താഴ്ന്ന വിലയിൽ വാങ്ങിയവർ സ്വാഭാവികമായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശ്രമിച്ചേക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കറക്ഷൻ ഈ സ്റ്റോക്കിൽ ഉണ്ടാവും. അപ്പോൾ നിഫ്റ്റി താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ എല്ലാ സ്റ്റോക്കുകളും പൊതുവെ താഴോട്ടേക്ക് പോകും. അപ്പോൾ നിലവിലുള്ള ഒരു PE റേഷ്യോ അനുസരിച്ചിട്ട് ഈ സ്റ്റോക്ക് ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഫണ്ടമെൻ്റൽസ് വളരെ ശക്തമായതിനാലും ഈ ഒരു ഫോളോ അപ്പ് റാലി ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും ഒരു ഫ്രഷ് ബൈങ് നടത്തുമ്പോൾ ഒരു ഡിപ്പിനായിട്ട് കാത്തിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്നത്തെ പുട്ട് കോൾ റേഷ്യോയുടെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ മാർക്കറ്റിനെ ഒരു വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 24,000 താഴെ പോയത് ഓപ്ഷൻ സെല്ലർമാരെ വലിയ തോതിൽ പരിഭ്രാന്തരാക്കിയിരുന്നു. അതായത് 24,000 സ്ട്രൈക്ക് പ്രൈസിൽ പുട്ട് ഓപ്ഷനുകൾ വിറ്റിരുന്നവർ തങ്ങളുടെ ആ പൊസിഷനുകൾ വേഗത്തിൽ ക്ലോസ് ചെയ്ത് പുട്ട് അൺവൈൻഡിങ് നടന്നു. അതാണ് 23,800 എന്ന നിലവാരത്തിലേക്ക് മാർക്കറ്റ് താഴോട്ടേക്ക് വരാൻ കാരണമായത്. എന്നാൽ 23,800 അവിടെ പുതിയ പുട്ട് റൈറ്റിംഗ് നടന്നത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ 23,800 ഓപ്പൺ ഇൻട്രസ്റ്റ് കുത്തനെ ഉയർന്നത് അത് സൂചിപ്പിക്കുന്നത് ആ ലെവലുകളിൽ നിന്ന് താഴോട്ടേക്ക് മാർക്കറ്റ് തകരില്ല എന്ന് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും HNIസും ഒക്കെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് മാർക്കറ്റിന് ഒരു ബേസ് നൽകിയതായിട്ട് കാണാം. അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് ഒരു തിരിച്ചുവരവ് നടത്താൻ തുടങ്ങിയപ്പോൾ 24,000 ലെവലിലെ കോൾ ഓപ്ഷനുകൾ വിറ്റിരുന്നവർ അവർ ട്രാപ്പ് ആവുകയും ഇപ്പോൾ നിഫ്റ്റി 24,000 കടന്നപ്പോൾ നഷ്ടം ഒഴിവാക്കാൻ കോൾ സെല്ലർമാർ ഓഹരികൾ തിരിച്ചു വാങ്ങാൻ നിർബന്ധരായി. അപ്പോൾ ആ ഒരു ഷോർട്ട് കവറിംഗ് ആണ് മാർക്കറ്റിന് ഉയർത്തിയത്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് താഴ്ന്ന സമയത്ത് പുട്ട് കോൾ റേഷ്യോ 0.7, 0.75 എന്ന റേഞ്ചിലായിരുന്നു. അപ്പോൾ അത് ഒരു ഓവർ സോൾഡ് സോൺ ആയതുകൊണ്ട് തന്നെ സാധാരണ അത്തരം ഒരു ലെവലിൽ ഒരു ബൗൺസ് ബാക്ക് പ്രതീക്ഷിക്കാറുണ്ട്. അതാണ് ഇന്ന് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഇപ്പോഴും 24,200, 24,300 ലെവലിൽ വലിയ തോതിലുള്ള കോൾ റേറ്റിംഗ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ശക്തമായ ഒരു റെസിസ്റ്റൻസ് എന്തായാലും ഉണ്ടാവും. സപ്പോർട്ട് സൈഡിലാണെങ്കിൽ 23,800 23,900 പുട്ട് റേറ്റേഴ്സ് വളരെ ശക്തമാണ്. അപ്പോൾ അവിടെ ഒരു സ്ട്രോങ് ബേസും ഉണ്ട്. അപ്പോൾ നമ്മളിനി 3 ദിവസത്തിന് ശേഷമുള്ള മാർക്കറ്റ് ഒരുപക്ഷെ ഈ ഒരു റേഞ്ചിലായിരിക്കാം മുന്നോട്ട് പോകാൻ പോകുന്നത്. നമുക്ക് ഏതായാലും അത് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.